ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട മേൽവസ്ത്ര വിവാദം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സ്വാമി ചിദാനന്ദപുരി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മേൽവസ്ത്രം ആവശ്യമില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. സ്വാമി ചിദാനന്ദപുരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വലിയ വിവാദമാകുന്നു. പക്ഷേ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട്. അത് ഒന്നുകൂടി വിശദീകരിക്കാമോ? ഇവിടെ ഇപ്പോൾ വലിയൊരു വിവാദമായിട്ടുള്ളത് ശിവഗിരി വെച്ച് മുഖ്യമന്ത്രിയുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വന്നതോടുകൂടിയാണ്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, കേരളീയ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ പുരുഷന്മാർ ഷർട്ട് തുടങ്ങിയ മേൽവസ്ത്രങ്ങൾ അഴിച്ചു വെക്കണം എന്നുള്ളൊരു നിർബന്ധം ഇവിടെ പുലർന്നു വരുന്നുണ്ട്. അത് നിർബന്ധിക്കരുത്, മേൽവസ്ത്രം ധരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ള അഭിപ്രായമാണ് നമ്മളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാരണം നമ്മുടെയൊക്കെ മുത്തശ്ശൻ്റെ ഒരു അച്ഛൻ്റെ കാലത്തൊക്കെ അവർക്ക് ഷർട്ട് എന്താണെന്ന് പോലും അറിയില്ല. ക്രമേണ തലമുറകൾ മുന്നോട്ട് പോയപ്പോൾ ഷർട്ട് ഒരു അവിഭാജ്യമായ ഘടകമായി മാറി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചെറുപ്പക്കാർ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഷർട്ട് അഴിക്കാനും അകത്ത് പോയി ദർശനം ചെയ്യാനും തയ്യാറല്ല. കാരണം നമ്മൾ കൊച്ചു കുഞ്ഞാവുമ്പോൾ തന്നെ ഷർട്ടിട്ട് ശീലിക്കുന്നവർ ഒരു അഡോളസൻ്റ് പ്രായത്തിലൊക്കെ എത്തുമ്പോൾ സ്ത്രീകളുടെയും മറ്റു മുമ്പിൽ ഷർട്ട് അഴിക്കാൻ വിമുഖരാണ്. അതുകൊണ്ട് തന്നെ വലിയ ശതമാനം യുവാക്കൾ എന്ന് തന്നെ പറയാം, ക്ഷേത്രത്തിൽ ദർശനത്തിനകത്ത് പോകാത്തൊരു സാഹചര്യമാണ്. അത് തീർച്ചയായിട്ടും അനുഷ്ഠാനരഹിതമായൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കും. അതുകൊണ്ടാണ് കാലാനുസൃതം എപ്രകാരം സ്ത്രീകൾക്ക് ബ്ലൗസ് തുടങ്ങിയവ അനുവദിച്ചോ, പിന്നീട് ചുരിദാറിൻ്റെ ടോപ്പ് തുടങ്ങിയവ അനുവദിച്ചോ, അതുപോലെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് അനുവദിക്കണം. എന്ന് വെച്ചാൽ ഇട്ടു പോകണം എന്നല്ല പറയുന്നത്. ഷർട്ട് ഇടാതെ പോകുന്നവർക്ക് ഇടാതെ പോകാം. പക്ഷേ ഇട്ടു പോകുന്നവരെ അത് വിലക്കരുത്, അഴിച്ചു തന്നെ പോകണം എന്ന് നിർബന്ധിക്കരുതെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി നമ്മൾ 10-30 വർഷത്തിലധികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് കൂടാതെ കഴിഞ്ഞ വർഷം മാർഗദർശക് മണ്ഡലത്തിൻ്റെ യോഗത്തിൽ ഐകകണ്ഠ്യേന ഈ വിഷയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു മതാചാരത്തെക്കുറിച്ച് പരാമർശിക്കാൻ അധികാരം ഇല്ല. പക്ഷേ വ്യക്തി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് പറയാം. ആ രീതിയിൽ വ്യക്തി പറഞ്ഞ അഭിപ്രായമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ആ അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പാണുള്ളത്. ചില ആധ്യാത്മിക പ്രഭാഷകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യം അല്ലെങ്കിൽ ശക്തി ലഭിക്കുന്നത് നെഞ്ചിലൂടെയാണ് എന്നൊക്കെയാണ്. അതൊരു വലിയൊരു അബദ്ധ ധാരണയാണോ? അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് ലഭിക്കണ്ടേ? പുരുഷന്മാർക്ക് മാത്രം ലഭിച്ചാൽ പോരല്ലോ. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിയുടെയൊക്കെ മുത്തശ്ശിക്ക് എന്താ ബ്ലൗസ് എന്നറിയില്ല. അക്കാലത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് കാലം ചെന്നപ്പോൾ ഒരു നേരിയത് ധരിച്ച് പോകാൻ തുടങ്ങി, പിന്നീട് മുലക്കച്ച ധരിച്ച് പോകാൻ തുടങ്ങി, പിന്നീട് ബ്ലൗസ് ധരിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകൾക്ക് എപ്രകാരം ഇത് അനുവദിച്ചോ അപ്രകാരം പുരുഷന്മാരെ സംബന്ധിച്ചും അനുവദിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് 2 തരം അബദ്ധധാരണകൾ പ്രചരിക്കുന്നുണ്ട്. അത് രണ്ടും അയുക്തങ്ങളും അശാസ്ത്രീയങ്ങളും അബദ്ധങ്ങളുമാണ്. ഒന്ന്, ഭഗവാന്റെ ചൈതന്യം നേരിട്ട് ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം, അതുകൊണ്ടാണ് ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കുന്നതെന്ന്. അവിടെ വരുന്ന ചോദ്യം 1, സ്ത്രീകൾക്കിത് വേണ്ടേ? ചോദ്യം 2, ഒരു കോട്ടനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ദേവചൈതന്യമാണോ എന്നുള്ള ചോദ്യം. അത് അസ്ഥാനത്താണ്. മറ്റൊരു വാദം വരുന്നത് ഈ അഴിക്കണമെന്ന് നിർബന്ധിക്കുന്നത് പൂണൂലിട്ടിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അത് അത്ര വലിയ അബദ്ധം വേറൊന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഷർട്ട് വന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അതിനു മുമ്പ് പൂണൂൽ നോക്കാൻ വേണ്ടി ഷർട്ട് അഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് തെറ്റായ ധാരണയാണ്. മറിച്ച് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കാലത്തിനനുസരിച്ച് വന്ന വസ്ത്രവിധാനത്തിലൊരു പരിവർത്തനത്തെ ക്ഷേത്രാരാധനാ സമ്പ്രദായത്തിൽ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം വിമുഖത കാണിച്ചു. അത് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. ഈ സ്വാമിയുടെ പ്രത്യേകിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ കൈവശമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടോ? പുറമേ നിന്ന് വരുന്നവർ കൈകാൽ മുഖം കഴുകി പ്രവേശിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഏത് മതമാണോ, ഏത് ജാതിയാണോ, ഏത് ലിംഗമാണോ, ഏത് രാഷ്ട്രത്തിൽ നിന്ന് വരുന്നവരാണോ ഒരു പരിഗണനയില്ല. ക്ഷേത്രോപാസനാ സമ്പ്രദായത്തിൽ വിശ്വാസമുള്ളവർ,
ക്ഷേത്ര ശുദ്ധി പാലിക്കുന്നവരാർക്കും പ്രവേശിക്കാം. അതായത് അഹിന്ദുക്കൾക്ക് പോലും ക്ഷേത്ര ദർശനം അംഗീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എക്കാലവും നമ്മളതാണ് പറയുന്നത്. അഹിന്ദുക്കൾ എന്നുള്ളതല്ല, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ക്ഷേത്രാരാധനാ സമ്പ്രദായത്തിൽ വിശ്വാസവും അംഗീകാരവുമുള്ളവർ, ക്ഷേത്രമര്യാദകളെ പാലിക്കുന്നവർ. ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് നടക്കുകയും ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വസ്തുവും അറിയാത്ത പോലെ ക്ഷേത്രത്തെ പുച്ഛിക്കുന്ന രീതിയിൽ അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ ചോദിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തെ പുച്ഛിക്കുകയും ക്ഷേത്രാരാധനാ സമ്പ്രദായത്തെ ആദരിക്കുകയും ചെയ്യാത്തവർ ക്ഷേത്രത്തിൽ പോകണ്ട. ഏത് മതവിശ്വാസിയായാലും ഏത് മതത്തിൽ ജനിച്ച ആളായാലും ക്ഷേത്രാരാധനാ സമ്പ്രദായത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ക്ഷേത്രമര്യാദകൾ പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവേശനം നൽകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എക്കാലവും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവാദമായ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ സ്വാമി ചിദാനന്ദപുരി തൻ്റെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ താൻ ഉൾക്കൊള്ളുന്ന നിലപാടുകൾ എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് വിശ്വാസികൾ ഏതു മതത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ പോലും ക്ഷേത്ര ദർശനം അംഗീകരിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഏതായാലും കുറേ കൂടി പുരോഗമനപരമായ കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.